ഹലോ, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഔസേപ്പിതാവിൻ്റെ പള്ളിയിലാണ് കേട്ടോ, നമ്മുടെ പള്ളിമുക്കിലുള്ള. അപ്പോൾ ഓഫീസിൽ പോകണ വഴിക്ക് കയറിയതാണ്. അപ്പോൾ ഇവിടെ പന്തലൊക്കെ ഇട്ടേക്കണം, നാളെ ഇവിടെ അന്നദാനം ഉണ്ട്. അപ്പോഴാണ് ഈ ഒരു മരം എൻ്റെ കണ്ണിൽ പെട്ടത്. ഈ മരത്തിന് താഴെയുള്ള കായകൾ കണ്ടോ നിങ്ങൾ? ഇതിങ്ങനെ ഒരു വലിയ മരം ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയാണ് ഇങ്ങനെ ഒരു കായകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. പിന്നെ ഈ ഒരു വലിയ മരത്തിൽ നിന്ന് കുറേ വയലറ്റ് പൂക്കൾ ഇങ്ങനെ താഴെ വീണോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഒരെണ്ണം എടുത്തു. ഇതാണ് ആ ഒരു മരം. അപ്പോൾ ഇതിൻ്റെ പൂക്കളാണ് ഇങ്ങനെ താഴെ കംപ്ലീറ്റ് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ഇവിടെ അടിപൊളി ഗാർഡൻ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഗാർഡനും എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ. അപ്പോൾ കുറേ ബോഗൺവില്ലകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കൂടുതലും പിങ്ക് കളറാണ് കേട്ടോ. പിന്നെ ഒരു മുല്ലപ്പന്തൽ കണ്ടു. അപ്പോൾ അതിൽ കുറേ ഇങ്ങനെ മുല്ലമുട്ടും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പന്തൽ പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കയറി നിൽക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മുല്ലപ്പന്തലിൻ്റെ ഉള്ളിൽ കയറാൻ ആഗ്രഹം തോന്നി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറാൻ മുമ്പായിട്ട് നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ചെടികൾ കേട്ടോ. ചെടികൾ കണ്ടാൽ പിന്നെ നമ്മൾ വീട്ടിലല്ല വീഡിയോ എടുക്കാതെ. അപ്പോൾ പിന്നെ നമ്മുടെ ഓർക്കിഡും ഉണ്ട്. ഓർക്കിഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കുറേ. അപ്പോൾ ഗാർഡൻ എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മുല്ലപ്പന്തലിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറിയേക്കുന്നത് ഒരു വീഡിയോസൊക്കെ അങ്ങോട്ട് പാസ്സാക്കി. അപ്പോഴാണ് നമ്മുടെ ബോഗൺവില്ലയുടെ ഇടയിൽ കുറച്ച് മജന്ത കളറില, അതായത് പിങ്ക് കളറിലെ ഡാർക്ക് റോസാപ്പൂക്കളും ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ കാണണേയില്ല, ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നെ ഒരു വെറൈറ്റി ബോഗൺവില്ല. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പഴയ ഓഫീസ് മേറ്റ് രാജേട്ടനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാജേട്ടൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി ഞാൻ നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. ചെറുതായിട്ട് മഴയും പെയ്യുണ്ട്. അപ്പോൾ